ഞാനുണ്ടല്ലോ വീട്ടിലിടാൻ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് 3 തുണി എടുത്തായിരുന്നു പറഞ്ഞായിരുന്നല്ലോ. അതിൽ 2 ഞാൻ മുന്നേ തയ്ച്ചായിരുന്നു. ഇത് മൂന്നാമത്തെ തുണിയാട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്ക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കഫ്താൻ മോഡൽ നൈറ്റി അങ്ങനെയൊക്കെ ഞാൻ തയ്ച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു മോഡൽ ഏകദേശം തയ്ച്ചതാണിത്. കുളിച്ച് കഴിഞ്ഞിട്ട് ഇടണമെന്ന് വിചാരിച്ച് ഞാൻ തയ്ച്ചത്. ആ തയ്ക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ആബിയിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാൻ തയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ലെങ്ത് കുറവായതുകൊണ്ട് പാൻറ്റും കൂടെ തയ്ച്ചായിരുന്നേ. പണ്ടത്തെ പോലെ തന്നെ ഈ പാൻറ്റിൻ്റെയും അടിഭാഗത്ത് മാത്രം ഞാൻ തുണി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ ചെയ്തപ്പോൾ 2 കാര്യം എനിക്ക് കിട്ടി. എന്നാന്ന് വെച്ചാൽ ഈ പാൻറ്റ് ഞാൻ ഇടാതെ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഇട്ട് തുടങ്ങാം. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ചുരുക്കി മുറിച്ച് കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് തുണി ബാക്കിയുണ്ട് കേട്ടോ. അതൊരു ഷോർട്ടപ്പ് തയ്ക്കാനുള്ള തുണി കൂടി ഉണ്ട്. അപ്പോൾ അത് തയ്ച്ചിട്ട് അടുത്ത വീഡിയോയിലൊക്കെ ഇടാം. ഇത് കണ്ടോ, ഇത് ഞാൻ 2ാമത്തെ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ നെക്ക് പോലെയാണ് തയ്ച്ചത്. അന്ന് ഞാനത് ആദ്യമായിട്ടായിരുന്നു. ഇത് 2ാമത്തെ വട്ടം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ കഴുത്ത് കുറച്ചുകൂടെ നീണ്ട കഴുത്തായതുകൊണ്ട് ഇങ്ങനത്തെ കോളറുള്ള ടൈപ്പ് ഡ്രസ്സ് എനിക്ക് കുറച്ചുകൂടെ മാച്ച് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട്. ഒരുപാട് ഷേപ്പ് ആക്കിയിട്ടില്ല, വീട്ടിലിടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, സമയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം. ബൈ.